തിരിച്ചു വരുമ്പോ ഞാൻ കാണുന്നത് എന്താ വലിയ പണിയിൽ നിന്ന് ഞാൻ ജോ പറഞ്ഞപ്പോ കൊഴപ്പില്ല. എന്നാലും ഞാൻ പറഞ്ഞപ്പോ കുട്ടി നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ. ചാക്കോൾ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, സൈക്കുട്ട. നമ്മൾ മോസ്റ്റ്ലി ഇവിടെ കുഴിമന്തി കഴിക്കാനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദിവസം നമ്മൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്നു. അന്നത്തെ ദിവസം ഇച്ചാൻ ഓർഡർ ചെയ്ത ഐറ്റമാണ് ഈ ബട്ടർ ബൺ എന്ന് പറയുന്നത്. ഈ ഐറ്റം അന്ന് ഒരെണ്ണേ ഉണ്ടായുള്ളൂ. ഇച്ചാനത് ഇഷ്ടമാണ്. ആ ഒരെണ്ണം ഇച്ചാൻ മേടിച്ച് കഴിക്കുകയും ചെയ്തത്. അപ്പം എനിക്ക് കിട്ടിയില്ല. അന്ന് ഇത് ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഓർഡർ ചെയ്ത സാധനമൊക്കെ ഷോക്ക് വരും. ഈ സാധനം തിന്ന് വായിൽ ഒറ്റൊരു പീസ് കിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ അത് കഴിക്കാൻ പറ്റുന്ന കൊതി. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് വയർ ഫുള്ളാണ് കുഴിമന്തി കഴിച്ചിട്ട്. ഇപ്പോഴാണ് ഈ സാധനം ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായില്ല. ഇപ്പോൾ അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ വേഗം ഓർഡർ ചെയ്തതാണ്. വേറൊരു തരി സ്ഥലമില്ല ഗൈസ്. പക്ഷെ ടേസ്റ്റ് നോക്കാൻ വായിൽ സ്റ്റിൽ കൊതി വരുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് ട്രൈ ആണ്. അത് തന്നെ. അവനെ ക്രീം മാത്രം കഴിക്കാനാ. ഇതൊന്നും തിന്നണം, ഒരുമിച്ച് കഴിക്കും. വേണ്ട, ക്രീം കൊടുക്കുക. അതെന്താ ക്രീം കഴിക്കും? എന്നാ കൊച്ചു കഴിച്ചോ, നമുക്ക് വേണ്ട. ഒരു രക്ഷയില്ല, വയറ് ഫുള്ളായതുകൊണ്ട് മാത്രം ഒരെണ്ണം ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങാനും ചാർക്കോൾ കയറണമെന്നാണെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള സ്നാക്സ് ചെല്ലുക. അവിടെ ബട്ടർ ബൺ ഉണ്ടെന്നാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് കഴിച്ചോ, പൈസ പോകില്ല. ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ്ലി അല്ല, നമ്മൾ ഉച്ച തൊട്ട് മോർണിംഗ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്ലാനിൽ സൈ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ന് ടഫ് ഡേ ആണ്, നമുക്ക് വീഡിയോ നടക്കില്ല, നമ്മളെല്ലാം പോകുന്നു വിചാരിച്ചു. പക്ഷേ സൈക്കോട്ടിനും സെറമോണും ഇച്ചിരി ലേറ്റ് ആയിട്ട് എണീറ്റത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റു, 7 o'clock എണീറ്റല്ലേ. അപ്പോൾ സോ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇന്നത്തെ ഡെയിലി കവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ സോ വീഡിയോസ് ഈ ഇടയ്ക്ക് ഞങ്ങൾ സാധനം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് പോണത്. അപ്പോൾ സോ അങ്ങനെ വന്നില്ല. ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്കൊരു 8 മണിയായിട്ട് സൈക്കോട്ടിന് ചുമ മാറാത്താണ്. നമ്മൾ എന്ത് ചെയ്തു, പ്ലാനിലില്ലാത്തൊരു കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സൈക്കോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആഫ്റ്റർ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തന്നെ വഴിക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചാർക്കോളിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് മന്തി കഴിച്ചതിന് ശേഷം അപ്പോഴാണ് അവിടെ ബട്ടർ ബൺ കണ്ടിട്ട് അതും നമ്മൾ തിന്നു. ഇച്ചായനും ഞാനും സെറമോളും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നൈറ്റിലുള്ള ഫുഡിങ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ സോ നൈറ്റ് ഫുഡ് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സൈക്കോട്ട് സെറമോളിന് ഉച്ചയ്ക്ക് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തതാണ്. സെറമോക്ക് വെജസ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ സെറമോക്ക് വീണ്ടും വരും. കാരണം സെറമോയുടെ മോഷൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. സോ ഇനി നൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സോ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ. അപ്പോൾ നമ്മുടെ ഇവരെല്ലാവരും ഇവിടെ പോയി സമാധാനം നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആരില്ലാരും സമാധാനത്തോടെ പണിയെടുക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതുകൊണ്ടിരിക്കുമ്പോൾ സേറ വന്ന് കടകാര്യം, സായി വന്ന് കാര്യം സമാധാനത്തോടെ. അതാണ് എൻ്റെ പണിയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. സേറക്കുള്ള മത്തങ്ങ വേവിച്ചത്, നെയ്യിട്ട് പുഴുങ്ങിയതല്ല വേവിച്ചത്. ചോറ് വാർത്തു, മീൻ വറുത്തു, ചോറ് വറുത്തു, സാര പണികള്. എന്താ വലിയ പണിയിൽ നിന്ന് ഞാൻ ജോ പറഞ്ഞപ്പോ കൊഴപ്പില്ല. എന്നാലും ഞാൻ പറഞ്ഞപ്പോ ജോ ധരിച്ചുണ്ട കഴിച്ചു. ഓ ഞാൻ തന്നെ നീ കാരണം ഞാൻ തന്നെ ഇപ്പൊ പാത്രങ്ങളൊക്കെ കഴിയണം. അത് കഴിക്കണ അന്നാണ്ട് ഇവിടെ ചോദിച്ചൂടെ എന്റെ അടുത്ത്. ജോ മതിയായി ഗൈസ്. എടുക്കാണ്ട് ആരുമില്ല ഗൈസ് വീട് എടുക്കാനായിട്ട്. എപ്പോഴും നിങ്ങൾക്ക് പറയും എടുക്കാൻ വേണ്ടിട്ട് നമ്മള്. പക്ഷെ ജോ ഒരു പണി ചെയ്യുമ്പോഴായിരിക്കും ഞാൻ അടുത്ത പണി ചെയ്യുന്നത്. കൊച്ചിന് ഫുഡ് കൊടുത്തത്, അടിച്ചത്, പിള്ളേരെ കുടിപ്പിച്ചത്. പട്ടാന്നറിയോ? പഞ്ചാര പാലിമിട്ടായി. നൈറ്റായി നമ്മുടെ ഈ സമയത്താണ്
പിള്ളേരെ കളിക്കുന്ന സമയം. ഈ ടൈമിൽ നമ്മുടെ ഈ സമയത്താണ് നമ്മൾ കലാപരിപാടികൾ പിള്ളേരുടെ കഴിവുകൾ തിരിച്ചറിയുന്ന സമയത്താണ്. അപ്പൊ ഈ കഴിച്ചാൽ കുറച്ച് സമയം നിങ്ങള് ടൈം കൊടുക്കുകയാണെങ്കിൽ പാടാനുള്ള കഴിവുകളോ ഡാൻസ് കളിക്കാനുള്ള കഴിവുകൾ എന്തെങ്കിലും കഴിവുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ഫ്രീ ആവണം, കംപ്ലീറ്റ് നമ്മൾ ഫ്രീ ആണെന്ന് അവർക്ക് തോന്നണം. സൈവിന്റെ പാട്ടാണ് സമയമുണ്ട്. അപ്പൊ സോ ഗൈസ് നമുക്ക് സൈവിന്റെ പാട്ട് കേൾക്കാം. ഫസ്റ്റ് പാടും. ഓക്കെ, ഫുൾ പാട് സൈക്കുട്ടാ. അങ്ങനെ ഇത് ബാലൻസ് പാടുമല്ലോ, അതൊക്കെ പാട്, കംപ്ലീറ്റ് പാട്. ഓക്കെ, സേരമോള് പാടും. സേര ഫസ്റ്റ് പാടിട്ട് സേരമോള്. പഞ്ചാരപ്പാൽ മിഠായി. എന്താ സേരമോള് മര്യാദക്ക് പാട്. പഞ്ചാര പാലുമിഠായി ആർക്ക് വേണം. ഓ വൈകുന്നേരങ്ങളില് നൈറ്റ് ആയിരിക്കും കടയിൽ പോകാണ്ട് ഉണ്ടാവുക. അപ്പൊ ഞാൻ മിക്കപ്പോഴും പുറത്തായിരിക്കും. ജോബ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണേയിരിക്കും. അതൊക്കെ ഉണ്ട്. നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കുട്ടി ഇതുവരെ പാലോടി നിർത്തിയിട്ടില്ല. 2.5 വയസ്സായിട്ടില്ല. 2 വയസ്സാവണല്ലോ. സെരമോക്ക് ഈ ഫെബ്രുവരി 24 2 വയസ്സാകും. ഷെരമോള് പാലോടി നിർത്തിയിട്ടില്ല. സെരമോള് പാലോടിക്കാൻ കേസ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഞാൻ നൈറ്റ് കംപ്ലീറ്റ് നിങ്ങൾ കാണിക്കുന്നില്ല. എന്തായാലും ഒരു ദിവസം നമ്മള് എന്തായാലും കാണിക്കും. അപ്പൊ ആ വീഡിയോ സൂൺ. ആൻഡ് ഓൾസോ എല്ലാവർക്കും ഇന്നത്തെ നൈറ്റ് റൂട്ടീൻ ഇഷ്ടപ്പെട്ടു. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്.